അദ്ദേഹത്തിന്റെ ശബ്ദം മാറിയിരിക്കുന്നു. നേരത്തെ അനീഷൊക്കെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തകരെയും വളരെയധികം നന്ദി നൂറുദ്ദീൻ സാർ. ഞങ്ങൾ വീണ്ടും താങ്കളെ ബന്ധപ്പെടാം. ഇപ്പോൾ CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, പാലം കടക്കാനായോ? നമുക്ക് താൽക്കാലിക പാലത്തിലൂടെ അങ്ങോട്ടേക്ക് പോകാനായോ? അശ്വതി, നമ്മളിപ്പോൾ ഇക്കരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പാലം നിർമ്മിക്കുന്നതിൻ്റെ കുറെ കൂടി അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ ഈ വശം ഇവിടെ ഈ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉറപ്പിക്കേണ്ടതുണ്ട്, ഉയർത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം സൈനികർ ഇന്ന് തെരച്ചിലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സൈനികരും NDRF-ഉം എല്ലാം തന്നെ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് ഈ ഒരു പ്രദേശത്തേക്ക് ഇതിനകം തന്നെ പുറപ്പെട്ടിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നത് ഈ ഒരു ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നു. അതിനൊപ്പം നടപ്പാലം യാഥാർത്ഥ്യമാകുന്നു. അതോടെ വാഹനങ്ങൾക്ക്, ആംബുലൻസുകൾക്കും അതുപോലെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾക്കൊക്കെ ഇവിടേക്ക് കടന്നെത്തുവാൻ സാധിക്കും. അതിനപ്പുറം അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സഹായം നൽകുവാൻ ആവശ്യമായ സംവിധാനങ്ങളും വളരെ വേഗത്തിൽ എത്തിക്കാനാകും. അതുപോലെ ആ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു പാലത്തിൻ്റെ അഭാവം കാരണം വെള്ളവും ഭക്ഷണവും ഒക്കെ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുന്നതിനേറെ കാലതാമസമുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു താൽക്കാലിക പരിഹാരമായിട്ട് ഈ ബെയിലി പാലം ഉണ്ടാകും. എന്താണെങ്കിലും ഉച്ചയോടെയാകും ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാവുക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് കാലാവസ്ഥ മഴയുണ്ട്, മൂടൽമഞ്ഞുണ്ട്. പക്ഷേ വെള്ളം, പുഴയിലെ കുത്തൊഴുക്ക് ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മുകളിൽ വലിയ മഴയോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഇല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയൊക്കെ തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 6 മണി മുതൽ തന്നെ അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പലയിടത്തും മനുഷ്യ ശരീര സാന്നിധ്യമുണ്ട് എന്ന് കരുതി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ആദ്യം ആ മേഖലകളിൽ തെരച്ചിൽ നടത്തുകയായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്കറിയാം, ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം ഇവിടുന്ന് അങ്ങോട്ട് ഈ ഉരുൾപൊട്ടലിൻ്റെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയെല്ലാം ആണ് ആളുകൾ ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയും നമുക്ക് ആർക്കും തന്നെ ലഭിക്കില്ല. അതുകൊണ്ട് എല്ലായിടത്തും പരിശോധന നടത്തുക എന്നുള്ളതുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും അധികം പരിശോധന നടക്കുന്നത് മുണ്ടക്കൈ ജുമാ മസ്ജിദിൻ്റെ ഭാഗത്താണ്. കാരണം അവിടെയാണ് ഏറ്റവും അധികം ജനവാസ മേഖല ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടത്. ഇന്നലെ ഏറ്റവും അധികം മൃതദേഹങ്ങളുണ്ട് എന്ന് കരുതി പരിശോധന നടത്തിയതും ആ ഒരു ഭാഗത്താണ്. നമ്മൾ ഇന്നലെ കണ്ട സുദേവൻ്റെ വീടടക്കമുള്ള പ്രദേശം. അപ്പോൾ അവിടെയാണ് രാവിലെ ഇനി പരിശോധന ഉണ്ടാവുക. അതേസമയം തന്നെ ഇന്നലെ ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു സേവനം ഇന്നലെ മുതൽ ലഭ്യമായിരുന്നു. 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ഇവരുടെ സേവനം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു മൃതദേഹം ഏത് പ്രദേശത്താണെന്ന് ഇവർക്ക് മണത്ത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ കൂടുതൽ അത്തരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിന് പുറമെ ഡോഗ് സ്ക്വാഡ് ഇന്നലെ പ്രതിസന്ധി നേരിട്ടത് അവർ ഒരു 1-2 ലൊക്കേഷൻ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞ് കൊടുത്തു. പക്ഷേ അവിടെ ഈ സാധാരണ മൺവെട്ടിയും അതേപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ മാത്രമേ പിക്കാസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ആ വലിയ കല്ലുകൾ മാറ്റി അത്രയും അധികം ആഴത്തിലുള്ള മണ്ണ് മാറ്റി തെരച്ചിൽ പ്രായോഗികമല്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു മേഖലയിലേക്ക് JCB എത്തിയത്. തുടർന്ന് വളരെ വേഗത്തിൽ പരിശോധന നടന്നിട്ടുണ്ട്. പള്ളിയിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു മൃതദേഹം ലഭിച്ചത്. അത് ആ പള്ളിയിലെ ഒരു ജീവനക്കാരനായ ഒരു മതപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹമൊക്കെ അത്തരത്തിൽ JCB എത്തിയതുകൊണ്ട് ആണ് വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് കൂടുതൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, JCB-കൾ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഈ തെരച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേഗം കൈവരികയുള്ളൂ. എത്ര
ദൂരം എത്ര പേർ എന്നൊന്നും നമുക്ക് ഒരു തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. എന്താണെങ്കിലും അവിടേക്കുള്ള സംഘങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിലധികം ദൂരം അവിടേക്ക് നടക്കാനുണ്ട്. എന്താണെങ്കിലും ഇന്ന് നമുക്ക് ഇന്നലത്തേക്കാൾ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെത്താനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ദുഃഖവാർത്തകൾ അല്ലെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടുന്നതിൻ്റെ ഒരു വേദന നമുക്കിന്ന് കൂടുതൽ പങ്കിടേണ്ടി വരും. അതിനിടയിൽ ഇനി അത്ഭുതകരമായിട്ട് ആരെങ്കിലും ജീവൻ ഇത്രയും ദിവസം കയ്യിൽ പിടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ കണ്ടെത്തുന്നത് മഹാത്ഭുതം ആയിരിക്കും എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. എന്താണെങ്കിലും എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉപയോഗപ്പെടുത്തി എല്ലാ വിധത്തിലുള്ള പരിശോധനകളും ലഭ്യമായ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തുകയാണ് ഇപ്പോൾ ഇവിടെ. അശ്വതി, അതാണ് അനുമോദ് പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും ഇത്രയും മണിക്കൂർ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് മുണ്ടക്കയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വേലിപ്പാലം വരുന്നതോടെ പ്രതീക്ഷകൾ കൂടുന്നു. കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. ഇന്നലെ രാത്രി വൈകിയും അവിടെ പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഊർജിതമായി സൈന്യം രംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുമോദ് അത് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് മറ്റൊന്ന് അവിടെ നിന്നും തന്ന കാഴ്ച. അനുമോദ് കഴിഞ്ഞ ദിവസം ഇന്നലെ മുണ്ടക്കയിൽ നിന്നും തന്ന കാഴ്ച അത് മനുഷ്യന് താങ്ങാനാകുന്നതിലും അപ്പുറത്തേതായിരുന്നു. നമുക്ക് ആ പ്രദേശത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത മനുഷ്യർക്ക് പോലും അത് കാണുമ്പോൾ വീടിന്റെ മേൽക്കൂര താഴെ പതിച്ചു നിൽക്കുന്ന അവസ്ഥ, കാർ പോർച്ചിനുള്ളിൽ കിടക്കുന്ന ഞെരിഞ്ഞമർന്ന കാറുകൾ, അവിടെ വീടുകൾ ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചെളി നിറഞ്ഞ പ്രദേശം, വലിയ പാറകൾ, അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ചകൾ. ആ വീടുകൾ, അതായത് ആ മേൽക്കൂരകൾക്കുള്ളിൽ ആളുകൾ ഉണ്ടെങ്കിൽ അത് ഉയർത്തി അവിടെ പരിശോധന നടത്തുക, അവരെ പുറത്തെത്തിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ലക്ഷ്യമിടുന്നതല്ലേ അനുമോദ്? അതുപോലെ തന്നെ 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന കണക്കുകൾ, പേടിപ്പിക്കുന്ന കണക്കുകൾ. അങ്ങനെയെങ്കിൽ മരണസംഖ്യ കൂടുമോ എന്നൊക്കെയുള്ള ആശങ്ക നമുക്കുണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാണാതായവർ ഈ മുണ്ടക്കൈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണോ അനുമോദ് മനസ്സിലാക്കുന്നത്? അതാണിപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നു. വേലിപ്പാലത്തിന്റെ നിർമ്മാണം അവിടെ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. അനുമോദ് അവിടെ മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിലാണ്. ഇനിയും നടക്കാനുണ്ട് കുറേ ദൂരം. അനുമോദ്, നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളൊക്കെ അങ്ങേയറ്റം താങ്ങാനാകാത്തതായിരുന്നു. ആ വീടുകൾ അത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. ആ മേൽക്കൂര മാത്രം കാണാവുന്ന രീതിയിൽ നിലം പതിച്ച വീടുകൾ നമ്മൾ കണ്ടിരുന്നു. ആ മേൽക്കൂര മാറ്റി പരിശോധിക്കുക, അതിനടിയിൽ ആളുകളുണ്ടോ, ഒരു ജീവനുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ അനുമോദ്? അതാണ്, അനുമോദിലേക്ക് എത്താം. അനുമോദ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ന്യൂസ് 18 സംഘം, മറ്റു മാധ്യമപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ഊർജിതമായി തന്നെ നടക്കുന്നു ഈ പ്രതികൂല കാലാവസ്ഥയിലും എന്നുള്ളതാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ. ഇനി പല കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി ആളുകളെ കാണാനുണ്ട്. അവരെ എത്രത്തോളം പേരെ ജീവനോടെ എത്തിക്കാനാകുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചൂരൽമലയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിനായി ബേലി പാലം നിർമ്മിക്കുന്നു. ആ പാലം നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു.